നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊവ്വള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 21/5/2025 റബ്ബർ വില, വരും ദിവസങ്ങളിൽ റബ്ബർ വില വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇനി വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില RSS-4 കിലോ 196 രൂപ 50 പൈസയും RSS-5 കിലോ 191 രൂപ ആണ്. ISNL കിലോ 171, ലാറ്റക്സ് 60% DRC ഉള്ള 143 മുതൽ 70 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS-4 കിലോ 196 രൂപ 50 പൈസയും RSS-5 കിലോ 193 രൂപയാണ്. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 189, ലോട്ട് കിലോ 177 മുതൽ 182 ഇനി വ്യാപാരി വില നോക്കുമ്പോൾ കോട്ടയം RSS-4 കിലോ 188 രൂപ 50 പൈസയും RSS-5 കിലോ 185, ISNL 171 രൂപ 50 പൈസ മുതൽ 172. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ വ്യാപാരി വില നോക്കുമ്പോൾ കിലോ 110 മുതൽ 122 രൂപയാണ്. ഇതാണ് വ്യാപാരി വില. കർഷകർ ശുഭപ്രതീക്ഷയിൽ കമ്പിയും ചിരട്ടയും ചില്ലുമൊക്കെ വെച്ച് കെട്ടി കാടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തോട്ടങ്ങളിൽ. ഒപ്പം മഴയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. വളമിടുവാൻ എല്ലാവരും വളമൊക്കെ മേടിച്ച് വെച്ചേക്കുകയാണ്. ചിലരൊക്കെ വളം ഇട്ട് കഴിഞ്ഞു. ചിലർ തൊഴിലാളികളെ അന്വേഷിച്ച് നെട്ടോട്ടം ഓടുകയാണ്. ഇനി കേരളത്തിലെ തേങ്ങ വില നോക്കുമ്പോൾ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, കൊപ്ര 188, വെളിച്ചെണ്ണ 1 ലിറ്റർ 360, കാഞ്ഞിരക്കുരു 1850 ആണ്. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 8710, ഒരു പവൻ 69,680. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 9502, ഒരു പവൻ 76,016 ആണ്. ഇതാണ് സ്വർണ്ണവില. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കുരുമുളക് അൺകാർബിൾഡ് കിലോ 686, പുതിയത് കുരുമുളക് കിലോ 676, ഗാർബിൾഡ് കുരുമുളക് 706. ഇനി +2ൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. നാളെ ഉച്ചയാകുമ്പോൾ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. ഓരോ വിദ്യാർത്ഥിക്കും അതിനനുസരിച്ച് അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള കോഴ്സ് എടുത്ത് പഠിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ താല്പര്യം അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കത് പിന്നീടത് പ്രയോജനപ്പെടുന്നില്ല. അവർക്കൊന്നും അത് നിരാശ മാത്രമാണ്. ഓരോരുത്തർക്ക് എന്താണ് താല്പര്യം അതിനനുസരിച്ച് അവർ ആ സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ നോക്കുക. അതുപോലെ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയും കഴിഞ്ഞ് റിസൾട്ട് വന്നു എല്ലാവരും ഹാപ്പിയിലാണ്. അതിനനുസരിച്ച് അവർ +2 ചിലർ പോകുന്നവരുണ്ട്, ചിലർ VHSC പോകുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യം അനുസരിച്ച് അവരെ കോഴ്സ് ചെയ്യാൻ അനുവദിക്കുക. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി.